ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഫ്ളലി ഖൽഖില്ലാഹ് വഅലാ കുല്ലി മിസ്സഹാബ അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ നൂരി വഅലി സ്വലാത്തൻ തജ്അലു കലാമി മുൽഹമൻ നാഫിൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ നൂരി വഅലി സ്വലാത്തൻ തുയസ്സിറു നൂരി. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അൽ-ഫാത്തിഹി ലിമാ ഖുലിക വൽ ഖാതിമി ലിമാ സബഖ വൻ നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ്ക ഖദ്രിഹി വമിഖ്ദാരിഹിൽ അളീം. വഖ്തു വുജൂബിദ്ദമി ഇഹ്റാമുഹു ബിൽ ഹജ്ജ്. ദമു വുജൂബാവാനുള്ള സമയം ഇഹ്റാമുഹു ബിൽ ഹജ്ജി, ഹജ്ജ് കൊണ്ട് ഇഹ്റാം ചെയ്യലാണ്. അപ്പം ഹജ്ജ് കൊണ്ട് ഇഹ്റാം ചെയ്ത് മുതലാണ് ദമു വുജൂബാവാനുള്ള സമയം പ്രവേശിക്കുന്നത്. ലിഅന്നഹു ഹീനഇദിൻ യസീറു മുത്തമത്തിഅ, ആ സമയത്താണ് തമത്തു എടുത്തവനാവുക. ബിൽ ഉംറത്തി, ഉംറ കൊണ്ട് തമത്തു, അത് ഇതുവരെ ഇലൽ ഹജ്ജി, ഹജ്ജ് വരെ തമത്തു. പിന്നെ ഹജ്ജിന് ഇഹ്റാം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവനക്ക് സുഖാസ്വാദനങ്ങളൊന്നുമില്ല, അപ്പോൾ പിന്നെ തമത്തു ഇല്ല. വലാ തതഅഖദു ഇറാഖത്തുഹു ബിവഖ്തിൻ, എന്നാൽ ദമ് ഒഴിക്കൽ, രക്തം ഒഴിക്കൽ സമയബന്ധിതമാവത്തില്ല. ബിവഖ്തിൻ, ഒരു സമയത്തോടും സമയബന്ധിതമാവത്തില്ല. വഹുവ ദമു ഷാത്തിൻ, ഒരു ദമ് പറഞ്ഞാൽ എന്താണ്? അത് ദമു ഷാത്ത്, ഷാത്തിൻ്റെ ദമാമ്. ബിസിഫത്തിൽ ഉലുഹിയ്യത്ത്, ഉലുഹിയ്യത്തിൻ്റെ വിശേഷ ഗുണങ്ങളൊക്കെ ഒത്ത ഒരു ഷാത്ത്. വയഖൂമു മഖാമഹ സുബ്ഉ ബദനത്തിൻ, ഒരു ഒട്ടകത്തിൻ്റെ ഏഴിലൊന്ന്. ഔ സുബ്ഉ ബക്കറത്തിൻ, മാടിൻ്റെ ഏഴിലൊന്ന് ഒക്കെ മതി. വൽ അഫ്ളലു ദബ്ഹുഹു യൗമൻ നഹ്രി, ദമ കൊടുക്കേണ്ടവൻ യൗമുൻ നഹ്റിൻ്റെ അന്ന് തന്നെ അതിനെ ദബ്ഹാക്കലാണ് അഫ്ളൽ. വയജൂസു ഖബ്ലൽ ഇഹ്റാം, ഇഹ്റാമിൻ്റെ മുമ്പ് അനുവദനീയമാണ്. ബിൽ ഹജ്ജ്, ഹജ്ജ് കൊണ്ട് ഇഹ്റാം കിട്ടുന്നതിന് മുമ്പ് പറ്റും. ബഅദ തഹല്ലുലി മിനൽ ഉംറ, ഉംറയിൽ നിന്ന് തഹല്ലുലായതിൻ്റെ ശേഷം. ഫിൽ അദ്ഹറ, അഭിപ്രായം അനുസരിച്ച്. വലാ യജൂസു ഖബ്ല തഹല്ലുലി മിൻഹ, ഉംറയിൽ തഹല്ലുലാവുന്നതിന് മുമ്പ് അനുവദനീയമല്ല. ഫിൽ അസ്വഹ, അഭിപ്രായം അനുസരിച്ച് അപ്രകാരമാണ്. അപ്പോൾ എന്തായാലും ഹജ്ജിന് ഇഹ്റാം കെട്ടുന്നതിൻ്റെ മുമ്പായിട്ട് തന്നെ എന്ത് ചെയ്യും? അതൊക്കെ പറ്റും എന്ന് പറഞ്ഞു. അപ്പോൾ ഫൈൻ അജസ അൻഹു ഫി മൗളിഇഹി, അതിന് വഹുവൽ ഹറം, ഹറമിൽ വെച്ചിട്ട് അതിന് തുടർ ശക്തനായി കഴിഞ്ഞാൽ. അതെങ്ങനെ? ബി അല്ലം യജിദുഹു ഫീഹി, ആ ഹറമിൽ വെച്ച് അവന് കിട്ടിയില്ല. ഔ ലം യജിദ് മാ യസ്തരീഹി ബിഹി ഫീഹി, അല്ലെങ്കിൽ ആ ഹറമിൽ വെച്ച് മേടിക്കാനുള്ള സാമ്പത്തിക ശേഷി അവനക്ക് ഉണ്ടായില്ല. എന്നാൽ സോമ, അവൻ നോമ്പ് നോൽക്കണം. ബദലഹു, ഈ ദമിനക്ക് പകരമായിട്ട് അശറത അയ്യാമിൻ, 10 ദിനം. അതായത് സലാസത്തൻ ഫിൽ ഹജ്ജ്, ഹജ്ജിൽ വെച്ച് 3 എണ്ണം. തുസ്തഹബു ഖബല യൗമി അറഫ, അറഫയുടെ മുമ്പാണ്, സുന്നത്താണ്. 3 എണ്ണം അവിടെ നോക്കണം എന്ന് പറഞ്ഞു. ആ 3 എണ്ണം അറഫൻ്റെ മുമ്പ് അതിനെ പ്രിഫർ ചെയ്യൽ സുന്നത്തുമാണ്. ലിഅന്നഹു യുസ്തഹബു ലിൽ ഹാജി, ഹാജിനിക്ക് സുന്നത്താണ്. ഫിതുറുഹു, ആ സമയത്ത് പിന്നെ നോമ്പ് മുറിക്കൽ, നോമ്പ് എടുക്കാതിരിക്കൽ ആ സമയത്ത് മൂപ്പർക്ക് എന്താണ് പിന്നെ സുന്നത്തായതുകൊണ്ട്. കമാ തഖദ്ദമ ഫി സൗമി തതവ്വുഇ, തതവ്വുഇൻ്റെ സൗമിലെ വിഷയം അവിടെ മുൻകഴിഞ്ഞു പോയിട്ടുണ്ട്. വലാ യജൂസു തഖ്ദീമുഹു അലൽ ഇഹ്റാം ബിൽ ഹജ്ജ്, ഹജ്ജ് കൊണ്ട് ഇഹ്റാം ചെയ്യുന്നതിന് മുമ്പായിട്ട് ഈ സലാസത്തിന് മുന്തിക്കൽ അനുവദനീയമല്ല. ലിഅന്നഹ ഇബാദത്തുൻ ബദനിയ, അതൊരു ശാരീരികമായ ബദനിയാണ്. അപ്പോൾ ഫലാ തതഖദ്ദമു അലാ വഖ്തിഹ, അതിൻ്റെ സമയത്തിനേക്കാൾ എന്താകാൻ പറ്റില്ല, ശരീരത്തിനെ കൊണ്ടുള്ള ഇബാദത്തിന് മുന്തിക്കാൻ പറ്റുകയില്ല. വലാ യജൂസു ലഹു സൗമു ശൈഇൻ മിൻഹാ ഫി യൗമിൻ നഹ്രി, യൗമുൻ നഹ്റിൽ ഈ 3-ൽപ്പെട്ട ഒരു നോമ്പും. വലാ ഫി അയ്യാമി തശ്രീഖ്, 11, 12, 13 യൗമു തശ്രീഖിൻ്റെ ഇതിൽപ്പെട്ട ഒരു നോമ്പ് അവർക്ക് എന്താൻ പറ്റില്ല, നോമ്പ് നോൽക്കാൻ പറ്റുകയില്ല. കാരണം ആ സമയങ്ങളൊക്കെ ആഘോഷത്തിൻ്റെ ദിനങ്ങളാണ്, അന്ന് അവിടെ നോമ്പ് പാടില്ല. വജവ്വസ സൗമഹ, അതിൻ്റെ സോമിനെ പിന്നെ ആക്കിയിട്ടുണ്ട്. ലഹു, ഇവനക്ക് അനുവദനമാക്കി കൊടുത്തിട്ടുണ്ട്. ഖദീമായ അഭിപ്രായം. കമാ തഖദ്ദമ ഫി കിതാബ് സിയാം, കിതാബ് സിയാമിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അത് കഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പം നമ്മൾ 10-ൽ നിന്ന് 3 എണ്ണത്തിന് ഒരിടത്ത് പറഞ്ഞു. വസബഅതൻ, 7-നെ നോക്കണം. ഇദാ റജഅ ഇലാ അഹ്ലിഹി, അഹ്ലിഹി എന്ന മിസ്റ്റേക്കാണ്. ഇലാ അഹ്ലി, അവൻ്റെ അഹ്ലിലേക്ക് മടങ്ങിക്കഴിഞ്ഞാൽ 7 എണ്ണം. ഫിൽ അദ്ഹറ, അനുസരിച്ച്. ഖാല തആല ഫമൻ ലം യജിദ് ഫസിയാമു 3 അയ്യാമിൻ ഫിൽ ഹജ്ജി വസബഅത്തിൻ ഇദാ റജഅതും. വഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ലിൽ മുത്തമത്തിഈന, മുത്തമത്തിഈങ്ങൾക്ക്. മൻ കാന മഅഹു ഹദിയുൻ, വല്ല ഹദിയ ഉണ്ടെങ്കിൽ ഫല്യുഹ്ദി, അവൻ ഹദിയ കൊടുത്തു കൊള്ളട്ടെ, ഹദീനറക്കട്ടെ. വമൻ ലം യജിദ്, ഹദീനെ കിട്ടിയിട്ടില്ല, വാങ്ങാനുള്ള പൈസ അല്ലെങ്കിൽ ഹറമിൽ വെച്ചിട്ടൊന്നും കിട്ടിയിട്ടില്ല എങ്കിൽ
ഫല്യസും സലാസത്ത് അയ്യാമി ഫിൽ ഹജ്ജ്, ഹജ്ജിൽ വെച്ച് 3 നോക്കട്ടെ. വസബഅത്തൻ ഇദാ റജഅ ഇലാ അഹ്ലി, കുടുംബത്തിൽ പോയി കഴിഞ്ഞാൽ, നാട്ടിൽ പോയി കഴിഞ്ഞാൽ 7. റവാഹു ശൈഖാനി. അപ്പോൾ അതിലൊരു കുടുംബത്തിൽ പോയിട്ട് 7 നോമ്പ് പകൽ നോക്കുമ്പോൾ അതിലൊരു പിന്നെ അവനക്കൊരു ശിക്ഷ കൊടുക്കുന്നുണ്ടല്ലോ, തമത്തു എടുത്തതിന്. കുടുംബത്തിൽ പകൽ നോമ്പ് നോക്കുന്ന സമയത്ത് അവനക്കതൊരു പിന്നെ ലൈംഗിക വീഴ്ചകളൊന്നും സാധിക്കൂലല്ലോ. അപ്പോൾ ഒരു പരിഹാരം, ശരീരം സുഖമെടുത്തതിന് ചെറിയൊരു പരിഹാരം, അതിനൊന്ന് ചെറിയൊരു പ്രയാസപ്പെടുത്തൽ കൊണ്ട് അനുവദനീയമായ രീതിയിൽ തന്നെ സുഖങ്ങളെടുക്കുന്ന ശരീരത്തിന് എങ്ങനെയൊക്കെയാണ് ബദൽ കൊടുക്കണം. അപ്പം അനുവദനീയമല്ലാത്ത രീതിയിൽ സുഖമെടുക്കുന്ന ശരീരങ്ങൾക്ക് എത്ര മറുപടി ഇവിടെ കൊടുക്കുക? ഇവിടെ അങ്ങനത്തെ ഒരു ഓപ്ഷനും ഇല്ലല്ലോ. അപ്പോൾ പിന്നെ മറുപടിയൊക്കെ അവിടെ വെച്ചിട്ടേക്കാരം. അള്ളാഹു നമ്മളൊക്കെ കാക്കട്ടെ. റവാഹു ശൈഖാനി. സാനി പറയാണ്, അളുഹർ പറഞ്ഞല്ലോ, അതിൻ്റെ സാനി പറയാം. ഇതാ ഫറഗ മിനൽ ഹജ്ജ്, ഹജ്ജിൽ നിന്ന് വിരമിച്ചാലാണ്. അന്ന കൗലഹു തആല സബഅത്തിന് ഇദാ റജഅതു എന്ന് പറഞ്ഞാൽ നാട്ടിൽ പോയി കഴിഞ്ഞാൽ മസ്ബൂഖും ബിഖൗലി സലാസത അയ്യാമി ഫിൽ ഹജ്ജ്, ഹജ്ജിലെ മുന്നേ കൊണ്ട് മുൻകടക്കപ്പെട്ടതാണ്. അപ്പോൾ ഫതുസ്വറഫു ഇലൈഹി, അപ്പോൾ അതിലേക്ക്, അപ്പോൾ ഹജ്ജിൽ നിന്ന് മടങ്ങിക്കഴിഞ്ഞാൽ എന്ന് വെക്കുക എന്നാണ് ഹാനി പറയുന്നത്. ഫതുസ്വറഫു ഇലൈഹി, ഹജ്ജിലേക്ക് മടക്കപ്പെടും. കന്നഹു ബിൽ ഫറാഗി റജഅ, ഹജ്ജിൽ നിന്ന് വിരമിക്കുക എന്നുള്ള റജഅ എന്ന് പറഞ്ഞ പോലെയാണ്. അമ്മാക്കാര മുഖ്ബിലിൻ അലീമിനെല്ലാം അമലുകളാൽ അവൻ മുന്നിട്ടിരുന്ന ഹജ്ജിൻ്റെ കർമ്മങ്ങളിൽ നിന്ന് നിങ്ങൾ മടങ്ങിയാൽ എന്ന അർത്ഥം വെക്കണം. വലൽ ഔവലി, അപ്പോൾ അലുഹർ പ്രകാരം ലൗ തബത്വന മക്കത ബഅദ ഫറാഗിഹി മിനൽ ഹജ്ജ്, ഹജ്ജിൽ നിന്ന് വിരമിച്ചതിൻ്റെ ശേഷം മക്കയിൽ ഒരാൾ നാട്ടിൽ കൂടിയാൽ, നാടായി കൂടിക്കഴിഞ്ഞാൽ സ്വാമബിഹ, അവിടെ വെച്ച് നോക്കാം. വൈലം എത്തവൻഹ, അവന് അതിനെ എന്താക്കുന്നില്ലെങ്കിൽ, നാടായിട്ട് കണക്കാക്കുന്നില്ലെങ്കിൽ ലമിജ് സ്വമുഹ ബിഹ, അവിടെ വെച്ച് നോമ്പ് വെക്കാൻ പറ്റില്ല. ഏത് അഭിപ്രായ പ്രകാരം പിന്നെ നാട്ടിലെത്തുക എന്നുള്ള യഥാർത്ഥ നാടിൻ്റെ വത്തുവിൻ്റെ അർത്ഥം വെക്കുന്നവർക്ക് വലാ ജൂസ് സൗമുഹ ഫി ത്വരീഖി, വഴിയിൽ വെച്ച് നോക്കല്ലോ ഇതിനമല്ല ഇതാ തവജ്ജഹില വത്തിന്, നാട്ടിലേക്ക് തിരിച്ചുമ്പോൾ എന്നഹു തഖ്ദീമുൽ ഇബാദ, നാട്ടിൽ പോയിട്ടാണല്ലോ ചെയ്യേണ്ടത്. പിന്നെ അതിൻ്റെ മുമ്പ് ബദനം കൊണ്ടുള്ളൊരു ഇബാദത്തിന് ആ ബദനിൻ്റെ മുമ്പാക്കി ചെയ്യാന്നുള്ള അനുവദനീയമല്ല. ഇലാല വക്തിയ, സമയത്തേക്കാൾ അതിന് പിന്നെ ഫോർവേഡാക്കാൻ പറ്റില്ല. വക്കീല യജൂസു എന്നൊരു കീലുണ്ട്. ലിഅന്നബ്തിദാ അസ്സൈരി അവ്വല റുജൂഇ, ഓൻ്റെ യാത്ര മടങ്ങുന്നതിൻ്റെ പ്രാരംഭമല്ലേ. അപ്പം മടങ്ങിയാൽ നല്ല പറഞ്ഞത്, ഇപ്പം ആ മടക്കം അവിടെ സംഭവിച്ചിരിക്കണല്ലോ എന്ന്. വാല സാനി പ്രകാരം, ഏതാണ് സാനി എന്ന് പറഞ്ഞാൽ പിന്നെ ഹജ്ജിന്ന് മടങ്ങുക എന്നാണ് ഉദ്ദേശം, അല്ലാതെ എന്തല്ല ജിയോഗ്രഫിക്കലായ മടങ്ങലല്ല എന്ന പ്രകാരം ലൗ അഖറഹു ഹത്താ റജഅ ലാബത്തിന്, നാട്ടിലേക്ക് എത്തുന്ന ജാസാനുവദനീയമാണ്. വല്ലു അഫ്ദലു, അതാണ് ഏറ്റവും നല്ലത്. ഖുർജു മിനൽ ഖിലാഫ്, നാട്ടിലെത്തിയാലേ പറ്റുള്ളൂ എന്നുള്ള അഭിപ്രായത്തിൽ നിന്ന് പുറപ്പെടാൻ വേണ്ടിയിട്ട് അതവിടെ അങ്ങനെ അതിനെ കൊടുക്കലാണ് അഫ്ദൽ, അല്ലെങ്കിലും പറ്റും. വഫീ ഖൗലി തഖദീമിലുണ്ട്, മുന്നേ ചെയ്യുക എന്നുള്ള വിഷയത്തിൽ അഫ്ദൽ മുബാറത്തിൽ വാജിബിലേക്കുള്ളൊരു മുബാദറത്തുണ്ടല്ലോ. മാലൽ കൗലൈനി, 2 കൗല് പ്രകാരം, ഹജ്ജിന്ന് വിരമിക്കുക, അത് നാട്ടിലെത്താതെ 2 കൗല് പ്രകാരം ലാസിഹു സ്വമുഷൈ മിൻ സബതി വയ്യാമ തശ്രീഖിൻ്റെ ദിവസങ്ങളിൽ പറ്റത്തില്ല. ലിഅന്നഹു യുഅദ്ദു ഫിൽ ഹജ്ജി, അതവിടെ കണക്കൂട്ടും, ഹജ്ജിൽ കൂട്ടും. അപ്പോൾ ഹജ്ജിന്ന് മടങ്ങിയാൽ, ഹജ്ജിൻ്റെ കർമ്മങ്ങളിൽ നിന്ന് വിരമിച്ചാൽ എന്നുള്ള അള്ളാഹുവിൻ്റെ സാനി പ്രകാരവും അല്ല, ഹജ്ജിൽ നിന്ന് മടങ്ങി സ്വന്തം നാട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാലാണ് എന്നുള്ള ആ സാനി പ്രകാരവും എന്ത് ചെയ്യും, അത് പിന്നെ അത് നടക്കും. പക്ഷേ ഹജ്ജിൽ നിന്ന് പറ്റുക എന്നുള്ളത് അതിൽ അവര് സാനിയൊന്നുമില്ല. അപ്പം അയ്യാമത്തെ ശരിക്കും നിലക്കും എന്താക്കാൻ പറ്റില്ല, നോമ്പ് നോക്കാൻ പറ്റുകയില്ല. വൈന്ദബു തതാബു സലാസത്തി, 3 തുടരൽ ചെയ്യൽ സുന്നത്താക്കപ്പെടും. വഖദ് സബഅത്തു 7 വഖിയ ഖൗലുൻ മുഖറജു മിൻ കഫാറത്തുൽ യമീൻ, കഫാറത്തുൽ യമീനിൽ നിന്ന് മുഖറജായ ഖൗലിനെ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അന്നഹു യജിബു ഫീഹ തതാബു, അതിൽ തതാബു എന്താണ്, അനുമതി നിർബന്ധമാണ് എന്നുള്ളത്. ഇനി വലോ ഫാത്തത്തുഹു സലാസത്തു ഫിൽ ഹജ്ജി, ഹജ്ജിൽ വെച്ചിട്ട് എന്ത് ചെയ്തു, 3 നഷ്ടപ്പെട്ടു. വറജ ഇലാ അഹ്ലിഹി, അവൻ നാട്ടിലേക്ക് മടങ്ങി. ഫലദൗർ അന്നു എൽസമുഹ യുഫദ്ദിഖു ഫീ ഖളാഇഹാ ബൈനഹാ വബൈന സബ്ആ, ആ 3ഉം 7ഉം ഡിഫറൻ്റ് ആയിട്ടു തന്നെ ഖളാ വീട്ടൽ നിർബന്ധമാണ്. കമാഫിൽ അദായി ചെയ്യുന്ന സമയത്ത് 7 3 + 7 അങ്ങനെ ഒരു
പിന്നെ സങ്കലനമാണല്ലോ അവിടെ ഉള്ളത്. അത് നാട്ടിലെത്തിയിട്ട് ഖളാ വീട്ടുന്ന സമയത്തും അതു പിന്നെ പരിഹരിക്കൽ നിർബന്ധമാണെന്നാണ് അദ്ഹർ. സാനി പറയത്ത ഉന്നറാനില്ലാതായി അതാ എന്നെ തൊട്ടിഞ്ഞ് അതായിലേക്ക് നോക്കൊന്നും വേണ്ട. വാലല്ല അവലി ഫിത്തഫിരിക്ക് ബിയൗമിൻ, ഒരു യോമ കൊണ്ട് മതി. ഫി കൗലിൻ, ഒരു കൗല് പ്രകാരം. അപ്പോൾ ആദ്യത്തെ 3 നോമ്പ് നോക്കുക, പിന്നെ നോമ്പ് നോക്കുക, പിറ്റേന്ന് ഗ്യാപ്പ് ഇടുക, പിന്നെ അടുത്ത 7 കണ്ടിന്യൂ ചെയ്യുക. വലതുഹർ ഇഫദ്യഖുബി അർബഅത്തി അയ്യാമിൻ, 4 ഇതുകൊണ്ടാണ്. ഒരു കൗല് പ്രകാരം 1 പറഞ്ഞു. ഞാൻ ഇതിൽ തന്നെ വേറെ അദ്ഹറായ പ്രകാരം 4 ദിവസം കൊണ്ട് തഫ്രീഖാക്കണം. മുദ്ദത്തി ഇംകാനി സൈരി ഇലാഹിലി, നാട്ടിലേക്ക് പോകാനുള്ള ഒരു പോസിബിളായ ഒരു ടൈമും കാണാം. അല്ലല്ല ആദത്തനുസരിച്ച്, ഗാലിബായ ആദത്തനുസരിച്ച്. ഇത് തത്തിമ മുഹാഖാത്തുൽ ഖളാഇല്ലദാ, ഹദാഇൻ്റെ ആ പിന്നെ യോജിക്കൽ മുഹാക്കാത്ത്, അതിൻ്റെത് മുഹാക്കാത്ത് ഇതിനോട് വരിക. ഹിക്കായത്ത് മുഹാക്കാത്ത് പറഞ്ഞാൽ ചത്തിമൽ മുഹാക്കാത്തുൽ ഖളാഇ, ഖളാഇൻ്റെ മുഹാക്കാത്ത്. അപ്പോൾ ഖളാഇനെ നമ്മൾ എങ്ങനെയാണോ അവിടെ പറഞ്ഞ് റെഡിയാക്കി വെക്കുന്നത്, അത് ഇതിനോട് ഇതാകാൻ വേണ്ടിയിട്ട്. വൈങ്കുല്ല ജൂസുലഹു സോമി അയ്യാമത്തെ ശരി, കയ്യാമത്തെ ശരിക്കിൻ്റെ അന്ന് നോമ്പ് നോക്കൽ അനുവദനമാണെന്നുള്ള കൗലിനെ നമ്മൾ എടുത്തിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ കഫത്തെ ശരിയൊക്കെ മുദ്ദത്തിം കാരി ശരി, പിന്നെ ഒരു യാത്ര സാധ്യമാകുന്നതിനനുസരിച്ച് എന്ത് മതി, അവിടെ തഫ്രീഖ് മതി. തശ്രീഖെന്ന ആൾ തഫ്രീഖ് എന്ത് ചെയ്ത് വിട്ട് വിരിച്ചാൽ മതി. അപ്പോൾ യാത്ര സാധ്യമാകുന്ന ഏകദേശം ഒരു ദിവസം മതിയല്ലോ. നമ്മളെ നാട്ടിലൊക്കെ ഇപ്പോൾ അവിടെ പോയിട്ട് ഇങ്ങോട്ട് തിരിച്ച് വണ്ടി കയറുകയാണെങ്കിൽ 6-7 കിലോമീറ്റർ മണിക്കൂറിലൊക്കെ എത്തുമല്ലോ. വൈദാക്കുള്ള റുജു അൽ ഫറാഖു മിനൽ ഹജ്ജി, നമ്മൾ ഹജ്ജിന്ന് വിരമിക്കലാണ് റുജു എന്ന്. വൈദാ റജഅ്തും, നിങ്ങൾ നാട്ടിലേക്ക് മടങ്ങിയാൽ എന്നുള്ള അർത്ഥത്തിന് ഒരു കൗല് പ്രകാരം എന്താണ് നമ്മൾ അർത്ഥം വെക്കുന്നതെങ്കിൽ പിന്നെ ഹജ്ജിന്ന് മടങ്ങുക, ഹജ്ജിൽ നിന്ന് വിരമിക്കുക എന്നുള്ള അർത്ഥമാണെങ്കിൽ പിന്നെ വക്കുലിന ലൈസലഹു സ്വമു അയ്യാമത്തെ ശരി, അയ്യാമത്തെ ശരിക്ക് തന്നെ നോക്കാൻ പറ്റൂല നമ്മൾ ഉറപ്പും പറഞ്ഞിട്ടുണ്ട് അല്ലേ. അയ്യാമത്തെ ശരിക്ക് നോക്കാൻ പറ്റില്ല നമ്മൾ ഉറപ്പും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പിന്നെ ഫറഖ ബി അർബഅത്തി അയ്യാമിൻ, പിന്നെ 4 ദിവസം ഗ്യാപ്പ് കൊടുത്തിട്ടാണ് എന്താക്കേണ്ടത്. അപ്പോൾ എന്തായാലും 3 നോമ്പ് നോറ്റു ഒരാൾ. ദുൽഹിജ്ജ 9, 8 നോമ്പ് നോറ്റ്. ദുൽഹിജ്ജ 10, 11, 12, 13 ഒഴിവ്. അപ്പോൾ 4 ദിവസം ഒഴിവ്. ആ 4 ദിവസം ഒഴിവ് എവിടെയും ചെയ്യുക, നാട്ടിൽ വന്നാലും ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. ഫി ഖൗലിൻ ബി യൗമിൻ എന്നൊരു പറഞ്ഞല്ലോ. ഫി കൗലിൻ, ഒരു കൗലിൽ ബിയോമിൻ എന്ന് പറഞ്ഞൊരു കൗലുണ്ട്. വഫി ആഖർ വേറെ കൗലുണ്ട്. ലാൽസിമു തഫ്രീഖ് നിർബന്ധമല്ല. ഫൈൻകുല്ല ലഹു, നമ്മളതിനെക്കുറിച്ച് തഫ്രീഖ് പറഞ്ഞാൽ ലഹു അനുവദനീയമാണ്. വൈൻകുല്ല ലഹു സോമുഹ, നോമ്പ് നോക്കണം എന്ന് നമ്മൾ ഒരു അനുവദനീയമാണെന്ന് പറഞ്ഞാൽ ലമിജിബ് തഫ്രീഖ്, എന്ത് നിർബന്ധമല്ല, തഫ്രീഖ് എന്തില്ല നിർബന്ധമല്ല. വക്കീൽ അജീബ് ബിയോമിന്, ഒരു യോമ കൊണ്ട് എന്തുവാണ് തഫ്രീഖ് നിർബന്ധമാണ് കീലുണ്ട്. ലിയഖൂമു മഖാമ ഇൻഫിസാലി സലാസത്തി ബിൽ അദാഇനി സബ്അ, 7 തൊട്ട് അതാ വീട്ടുമ്പോൾ ഒരു 3 ഗ്യാപ്പ് വരുന്നുണ്ടല്ലോ, ആ ഗ്യാപ്പിൻ്റെ മക്കാമിൽ നിൽക്കാൻ വേണ്ടിയിട്ട് എന്ത് വേണം, തഫ്രീഖ് വേണമെന്ന് പറഞ്ഞു. ബികൗനിഹ ഫിൽ ഹജ്ജ്, ഹജ്ജിൽ ആ 7 ആവാതെ ഒരു ഗ്യാപ്പ് നമ്മൾ കൊടുത്തല്ലോ. 3 ദിവസം അവിടെ നോറ്റി പിന്നെ ഒരു ഗ്യാപ്പ് നാട്ടിലേക്ക് എത്തിയിട്ട് 7 എന്ന് പറഞ്ഞതിൽ അതിൽ അവർ 4 ദിവസം എന്തായാലും വന്നിട്ടുണ്ടല്ലോ, ആ ഒരു തഫ്രീഖ് കിട്ടാൻ വേണ്ടി കൊണ്ട്. വൽ ഹാസുൽ ഹംസത്ത് അക്വാലിൻ, 5 കൗലുകളാണ്. വമാ ബാദൽ ഖാമിസി മുത്തദാഖിലുൻ, 5ൻ്റെ ശേഷമുള്ള കൗല് മുത്തദാഖിലാണ്. ആ കൗലുകളുടെ ഉള്ളിൽ കടന്നുകൂടി ആ കൗലുപ്പെട്ട ഏതെങ്കിലും ഒന്നിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന അഭിപ്രായക്കാരാണ് മുത്തദാഖിൽ വരാം. വഫി സാദിസി മഖ്റജിൻ, 6ാമത്തെ കൗലിൽ മുഖറജായ കൗലാണ്. അന്നഹ ലാ തുഖ്ളാ, ഖളാ വിട്ടപ്പെടേണ്ടതില്ല എന്നുള്ള കൗല്. ബസ്തഖറുൽ ഹുദാഫി ദിമ്മത്തിഹി ബദലഹ, ഓൻ എന്ത് ചെയ്യേണ്ട, ഖളാ വിട്ടേണ്ട ദിമ്മത്ത് അന്ന് ഓന് ആ പിന്നെ ദമ അന്ന് കൊടുക്കാൻ പറ്റില്ല, അറവം നടത്താൻ പറ്റില്ല, ഓൻ്റെ ദിമ്മത്തിൽ അവശേഷിക്കും അത്. ബസ്തഖറുൽ ഹുദാഫി ദിമ്മത്തിഹി ബദലഹ വഫാത്തുഹ ബിഫഫാത്തി യൗമി അറഫ, അറഫൻ്റെ യൗമ് അവൻ നഷ്ടപ്പെടൽ കൊണ്ട് എന്ത് ചെയ്യും, ഇത് അവനക്ക് എന്ത് ചെയ്യും, നഷ്ടമാകും. വൻ ജവ്വസിനാലഹു സോമ അയ്യാമത്തെ ശരീക്ക്, അയ്യാമത്തെ ശരീക്കിൻ്റെ നോമ്പിനെ നമ്മൾ അനുവദനീയമാക്കുക, കൗലെടുത്തിട്ട് അനുവദനീയമാക്കുക എന്ന് പറയുകയാണെങ്കിലോ, അപ്പോൾ ഫബി ഫവാത്തി അയ്യാമിഹി, അപ്പോൾ എനിക്ക് എന്താ നഷ്ടപ്പെടുക, പിന്നെ അയ്യാമത്തെ ശരീക്കിൻ്റെ ദിനം അവനക്ക് നഷ്ടപ്പെടുകയാണെങ്കിൽ അത് നഷ്ടപ്പെട്ടു. അപ്പോൾ പിന്നെ ഇനി എന്ത് ചെയ്യേണ്ടവന്, ഏത് ഒരു മുഹറജാർ കൗല് പ്രകാരം നമുക്ക് ഖളാ വീട്ടണ്ട, ഹദിയ കൊടുത്താൽ മതി. കാരണം ഈ കൗലുകളിൽ നിന്നൊക്കെ മുഹറജാർ കൗലിൽ നിന്ന് എടുത്തിട്ടാണ് പറയുന്നത്. ഏറ്റവും പിന്നെ മുഅ്തമദായ കൗലയുടെ മേലെ പറഞ്ഞിട്ടുണ്ടല്ലോ.
അപ്പോൾ ഓരോ കൗലിൽ നിന്ന് 6ഉം 5ഉം കൗലുകളിൽ നിന്നിട്ടൊക്കെ മുഹറജായ കൗലുകളൊക്കെ എടുക്കുന്ന മസല എവിടെയെന്ന് ഓർത്തു കഴിഞ്ഞാൽ എന്താണ് മനസ്സിലാക്കേണ്ടത്? ദമു കൊടുക്കാൻ പറ്റാത്തവൻക്ക് പരിഹാരക്രിയയായിട്ട് ചെയ്യേണ്ട 10 നോമ്പിനെ കുറിച്ചുള്ള ചർച്ചയിലാണ്. അപ്പോൾ വൈൻ താഖാറ തവാഫു റുക്കിനി അൻഹ, അതിനെ തൊട്ട് റുക്കിനിൻ്റെ തവാഫു റുക്കിനും എന്ത് ചെയ്യാലും ശരി, അന്ന തഖീറഹു ബഈദും ഫില്ലാതെ, മൊത്തത്തിൽ അത് പിന്നുക എന്നുള്ളത് ബഈദാണ്. പക്ഷേ അന്നേ ദിവസം നോമ്പ് നോക്കുക എന്നുള്ളത് എന്തുതന്നെയാണ്, അത് ബഈദല്ല. അപ്പോൾ അതിന് കൂടുതൽ പരിഗണന കൊടുക്കുക. ഫല സോമം കബില, അതിൻ്റെ മുമ്പ് സോമം പറ്റൂല. മുറാദം മിൻ ഖൗലിഹി തആല, അള്ളാഹുവിൻ്റെ വാക്കിൻ്റെ കൗലാണ് സലാസയ്യാമ ഫിൽ ഹജ്ജ്, ഹജ്ജിൻ്റെ ദിവസങ്ങളിൽ 3 എന്ന് പറയുമ്പോൾ ഹജ്ജിന് മുമ്പത്തെ ദിവസം പറ്റൂല. വക്കീൽ നക്കീലുണ്ട്. വ അലൽ ഖാരിനി, ഖിറാൻ ചെയ്തവൻ്റെ മേലിലുണ്ട് ദമുണ്ട് കദമി തമത്തൊഴി, തമത്തൊയിൻ്റെ ആളിനിക്ക് ഹജ്ജിനും ഉംറക്കൊപ്പം ഖിറാൻ ചെയ്യലാണ്. ഖിറാൻ കാരണം സെപ്പറേറ്റ്, പിന്നെ ഉംറക്കും സെപ്പറേറ്റ്, ഹജ്ജിനും വേറെ ചെയ്യലാണ്. ഇഫ്റാദ് കാരണം പിന്നെ വേറൊന്നിൽ രണ്ടിനും കൂടെ, പിന്നെ രണ്ടിനെ തലപ്പിക്കൽ ഇഫ്രാദ് എന്ന് പറഞ്ഞു, രണ്ടിനെയും കൂട്ടി വെക്കൽ എന്താണ് നമ്മളിത് പറഞ്ഞു, ഖിറാൻ പറഞ്ഞു. ഒന്ന് കഴിഞ്ഞിട്ട് മറ്റൊരു ജയിലിലാണ് തമത്തു എന്ന് പറഞ്ഞു അല്ലേ. വഅലൽ ഖാരിനി, ഖിറാൻ നടത്തിയതിൻ്റെ മേലിലുണ്ട് ദമും കദമി തമത്തു ഫി സിഫത്തി ബദലി, ആ ഗുണത്തിലൊക്കെ ഇന്ദൽ അജിസി അനു, അതിനെ തൊട്ട് അജിസ ആകുന്ന സമയത്ത്, നോമ്പ് നോക്കാൻ പറ്റാത്ത സമയത്ത് ദം കൊടുക്കുക എന്ന് പറഞ്ഞില്ല, അതാണ് പറഞ്ഞത്. قلت كما قال رافي في الشرعي بشرط ألا يكون من حاضري مسجد الحرام, ഖാരിന് ആരാവാൻ പാടില്ല, മസ്ജിദുൽ ഹറാമിൽ ഒരാളാവാൻ പാടില്ല. അല്ലാഹു അഅലം. കമാ ഫിൽ മുത്തമത്തി അൽ മുൽഹഖ് ബിഹിൽ ഖാൻ, മുത്തമത്തിന് പോലെ ആ മുത്തമത്തിനോടാണ് ആര് മുൽഹക്കായിട്ടുള്ള കാര്യനായിട്ടുണ്ട്. ഫീമാ ദക്കറം, മേലെ പറഞ്ഞ വിഷയത്തിലൊക്കെ. ബി ത്വരീഖിൽ ഔലവിയത്തിൻ്റെ ത്വരീഖിൽ, കാരണം പിന്നെ തമത്തുവിന് അങ്ങനെ ഉണ്ടെങ്കിൽ എന്തായാലും ഖാരിനൊക്കെ ഉണ്ടാവണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഫൈൻ അഫ്ആലിൽ മുത്തമത്തി അക്സർ മിൻ അഫ്ആലിഹി, മുത്തമത്തീൻ്റെ അഫ്ആലുകൾ ഇവനെക്കാളും കൂടുണ്ട്, എന്നിട്ടും അവനക്ക് വരുന്നുണ്ടല്ലോ, അപ്പോൾ എന്തായാലും ഇവിടെയും വരണം. റഷീഖാനൻ ഐഷത്ത അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ദബഹ നിസാഇഹിൽ ബഖറ യൗമൻ നഹ്രി, പെരുന്നാളിൻ്റെ അന്ന് നിസാനതിൻ്റെ വിധങ്ങൾ എന്ത് ചെയ്തു, അർത്തു. കുൽത്തു വെക്കുന്ന കാരിനാത്തിൻ, അവൾ കാരിനാത്തുകളായിരുന്നോ, കാലത്ത് വെക്കുന്ന ഖിറാൻ നടത്തിയവരായിരുന്നു എന്ന് നബിതങ്ങൾ പറഞ്ഞു. ആയിഷ ബി പറഞ്ഞു. ലൗ ദഖലൽ ഖാരിനു മക്കയിൽ പ്രവേശിച്ചു ഖബല യൗമി അറഫ, അറഫ ദിവസത്തിന് മുമ്പ്, സുമ്മ ആദയിൽ മീഖാത്തിലേക്ക് മടങ്ങുകയും ചെയ്ത സക്കത്തൻ ഹുദ്ദമു. അപ്പം എന്താ പറഞ്ഞത്, ഖാരിനായ ആൾ മക്കയിൽ പ്രവേശിച്ചു അറഫൻ്റെ മുമ്പ്, പിന്നെ മീഖാത്തിലേക്ക് മടങ്ങിക്കഴിഞ്ഞാൽ സക്കത്തൻ ഹുദ്ദമു, ദമു പോകും. കമാ യസ്കുത്തു അനിൽ മുത്തമത്തീനെ തൊട്ട് ദമു സാക്കിത്താവുന്നത് പോലെ. ഇതാ ആദ ബഅദൽ ഇഹ്റാമി ബിൽ ഹജ്ജി ഇലൽ മീഖാത്ത്, ഹജ്ജിന് ഇഹ്റാം ചെയ്തതിന് ശേഷം മീഖാത്തിലേക്ക് എന്ത് ചെയ്തു, മടങ്ങി വന്നു കഴിഞ്ഞാൽ മുത്തമത്തിന് ദമ് സാക്കിത്താകുന്നത് പോലെ തന്നെ ഖാരിനുക്കും എന്ത് ചെയ്യും, ദമ് സാക്കിത്താകും. വക്കീലൽ ആസ്കുത്തു, സാക്കിത്താവൂല എന്നുണ്ട്, വേറൊരു കീലുണ്ട്. വൽ ഫർഖു അന്നസ്മൽ ഖിറാനി, ഖിറാൻ എന്ന നാമകരണം ലാസൂലി ബിൽ ഔദിലൽ മീഖാത്തി, മീഖാത്തിലേക്ക് മടങ്ങൽ കൊണ്ട് എന്തായി പോകത്തില്ല, നീങ്ങിപ്പോകത്തില്ല. ബിഖിലാഫിൽ തമത്തുവിനെതിരായിക്കൊണ്ട്. അപ്പം തമത്തു ആണ് സമയത്ത്, തമത്തുയിൽ ചില സമയത്തുള്ള മാറ്റങ്ങൾ, പോയിട്ട് മടങ്ങിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഓന് ഏത് പൊസിഷനിൽ നിന്നും ഓൻ ഒഴിവായി പോകും, തമത്തു എന്നതിന്ന് പോയിട്ട് ഓനെന്തെയും മാറും. എന്നാൽ ഖിറാൻ എന്നുള്ളത് അവിടെ എന്താവില്ല, നാട്ടിലേക്ക് മീഖാത്തിലേക്ക് മടങ്ങൽ കൊണ്ട് ഖിറാൻ എന്നുള്ളത് അവിടെ എന്തായാലും സംഭവിക്കത്തില്ല, സവാല് ആവത്തില്ല.